എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 64 മൂന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ നാലാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. എന്താണ് ചോദ്യം? എ പഞ്ചായത്ത് കൺസ്ട്രക്റ്റഡ് എ ന്യൂ റോഡ് 14.75 കിലോമീറ്റേഴ്സ് ലോങ് ലാസ്റ്റ് ഇയർ അല്ലെ. അതായത് പഞ്ചായത്ത് ഒരു റോഡ് നിർമ്മിച്ചു, കഴിഞ്ഞ വർഷം റോഡ് നിർമ്മിച്ചു. എത്രയാണ് അതിന്റെ നീളം? 14.75 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ് കഴിഞ്ഞ വർഷം നിർമ്മിച്ചു. ഇനിയോ ദിസ് ഇയർ എ റോഡ് 16.25 കിലോമീറ്റേഴ്സ് ലോങ് വാസ് കൺസ്ട്രക്റ്റഡ് അല്ലെ. അതായത് ഈ വർഷം എന്ത് ചെയ്തു? ഒരു 16.14 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ് ഈ വർഷം നിർമ്മിച്ചു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മോർ വാസ് കൺസ്ട്രക്റ്റഡ് ദിസ് ഇയർ? ഈ വർഷം കൂടുതലായി നിർമ്മിച്ച റോഡിന്റെ അളവ് എത്ര അല്ലെ, നീളം എത്ര? ഇതാണ് ചോദ്യം. ഇതാണ് കഴിഞ്ഞ വർഷം നിർമ്മിച്ച റോഡ് എന്ന് വിചാരിക്കാം. ഇതൊരു എത്ര കിലോമീറ്റർ ഉണ്ട്? 14 3/4 അല്ലെ, 3.4 കിലോമീറ്റർ നീളമുള്ള റോഡാണിത്. ഇനിയോ ഈ വർഷം എന്ത് ചെയ്തു? കുറച്ചും കൂടി നീളത്തിലുള്ള റോഡാണ് നിർമ്മിച്ചത്. അപ്പൊ ഇതിന്റെ നീളം എത്രയാണ്? 16.14 കിലോമീറ്റർ. ഈ നീളത്തിലുള്ള ഒരു റോഡ് നിർമ്മിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഇതിനേക്കാളും എത്ര കൂടുതൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഈ വർഷം ഇതിനേക്കാൾ എത്ര കൂടുതൽ നിർമ്മിച്ചു എന്ന് പറയണമെങ്കിൽ നാം എന്ത് വേണം? ഈ വർഷം നിർമ്മിച്ച റോഡിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച റോഡിന്റെ അളവ് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ വർഷം ഇതിനേക്കാൾ എത്ര കൂടുതൽ റോഡ് നിർമ്മിച്ചു എന്ന് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എഴുതാം കഴിഞ്ഞ വർഷം നിർമ്മിച്ച റോഡിന്റെ നീളം അല്ലെ. അപ്പൊ ലെങ്ത് ഓഫ് ദി റോഡ് കൺസ്ട്രക്റ്റഡ് ഇൻ ലാസ്റ്റ് ഇയർ, അതായത് കഴിഞ്ഞ വർഷം നിർമ്മിച്ച റോഡിന്റെ നീളം എത്രയാണ്? നീളം 14.75 അല്ലെ, 3/4 കിലോമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? ഈ വർഷം നിർമ്മിച്ച റോഡിന്റെ നീളം അല്ലെ. അപ്പൊ നമുക്ക് ഇതേപോലെ എഴുതാം. ലെങ്ത് ഓഫ് ദി റോഡ് കൺസ്ട്രക്റ്റഡ് ഇൻ, അത് അതേപോലെ തന്നെ എഴുതാം. ഇതേപോലെ എഴുതിയിട്ട് എന്ത് എഴുതാം? ഇൻ ലാസ്റ്റ് ഇയർ എന്നുള്ളതിന് പകരം എന്ത് എഴുതാം? ഇൻ ദിസ് ഇയർ അല്ലെ. ഇൻ ദിസ് ഇയർ എന്ന് എഴുതാം. ദിസ് ഇയർ, അതായത് ഈ വർഷം നിർമ്മിച്ച റോഡിന്റെ നീളം എത്രയാണ്? 16.14 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ വർഷം കൂടുതലായി നിർമ്മിച്ച റോഡിന്റെ നീളം കിട്ടണം നമുക്കല്ലേ. അപ്പൊ നമുക്ക് അത് എഴുതാം. Therefore, length of the road constructed more in this year അല്ലെ. അതായത് ഈ വർഷം കൂടുതലായി നിർമ്മിച്ച റോഡിന്റെ നീളം നാം എന്ത് ചെയ്താൽ മതി? ഈ വർഷം നിർമ്മിച്ച റോഡ് 16.14 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? കഴിഞ്ഞ വർഷം നിർമ്മിച്ച റോഡ് അല്ലെ, എത്ര കിലോമീറ്റർ? 14.3/4 കിലോമീറ്റർ. അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൂടുതലായി നിർമ്മിച്ച റോഡിന്റെ നീളം നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ട് സ്ഥലത്തും എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഏതാണ് എളുപ്പം? നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനടി നാം എന്ത് ചെയ്താൽ മതി? അതിനെ നാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതായത് വിഷമ ഭിന്നമായിട്ട് മാറ്റാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വിഷമ ഭിന്നമാക്കാം? ഇത് തമ്മിൽ ഗുണിക്കുക അല്ലെ, ഇത് കൂട്ടാം. അപ്പൊ എന്ത് വരും? 16 × 4. അപ്പൊ 16 × 4, 6 × 4 24, 2 4 2 6. അപ്പൊ നമുക്കിവിടെ 64 കിട്ടി. അതിൻ്റെ കൂടെ ഏത് കൂട്ടണം? 1 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് 65 കിട്ടി. ഈ 1 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനെ 65/4 മൈനസ്, ഇവിടെ നമുക്ക് അതുപോലെ ചെയ്യാം. ഇവര് തമ്മിൽ ഗുണിച്ചു, ഇത് കൂട്ടണം. അപ്പൊ 14 × 4 എത്രയാണ്? ഒന്ന് ഗുണിച്ചു നോക്കാം. 14 × 4, 4 × 4 16, 1 4 1 5. അപ്പൊ 56 കിട്ടി. 56ന്റെ കൂടെ ഏത് കൂട്ടണം? നമ്മള് 3 കൂട്ടണം അല്ലെ. അപ്പൊ 59. ഇവിടെ 59/4. ഇനി നമുക്ക് എളുപ്പം കുറയ്ക്കാൻ പറ്റും അല്ലെ. ഇവിടെ നോക്കിയാൽ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 65ൽ നിന്ന് 59 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6 അല്ലെ. അപ്പൊ നമുക്ക് 6/4. 6/4 കിലോമീറ്റർ ആണ് കൂടുതലായി നിർമ്മിച്ചത് അല്ലെ. അപ്പൊ നമുക്ക് 6/4 കിലോമീറ്റർ എന്ന് പറയുന്നതിൽ നല്ലത് എന്താണ്? അതിന് മിക്സഡ് ഫ്രാക്ഷനിൽ പറയാം അല്ലെ. അതാണ് നമുക്ക് പറയാൻ എളുപ്പം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ 6ൽ എത്ര 4 ഉണ്ട്? ഒരു 4 അല്ലെ. 1 × 4 4, 2 × 4 8 ആണ് അല്ലെ. അപ്പൊ ഒരു 4 ഉള്ളൂ. 1 × 4 4. അപ്പൊ ഒരു പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 1 എഴുതി. 1 × 4 4 അല്ലെ. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 5 6 അല്ലെ. 2 കൂടുതലില്ലേ? ആ 2 നമ്മൾ മുകളിൽ എഴുതി /4. അപ്പൊ 1 2/4. ഇവിടെ നോക്കിയാൽ 1 പിന്നെ 2/4 അല്ലെ. നമുക്ക് 2/4 എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റാൻ പറ്റും?
നാം മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഈ പകുതിയാണ് ഇവിടെ അല്ലേ? അങ്ങനെ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹാഫ് എന്ന് എഴുതും അല്ലെ? ഹാഫ് എന്ന് എഴുതും. അതല്ലെങ്കിൽ ഇതിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 1 വരും. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 2 വരും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 ഈ 1 പിന്നെ 1/2. അതായത് 2/4 നാം എന്ത് എഴുതി? 1/2 എന്ന് എഴുതി. മനസ്സിലായില്ലേ? അപ്പൊ 1.5 കിലോമീറ്റർ. അപ്പൊ 1.5 കിലോമീറ്റർ റോഡാണ് കൂടുതലായി നിർമ്മിച്ചത്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? 6/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെ? അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 1.5 കിലോമീറ്റർ റോഡാണ് പുതുതായി നിർമ്മിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ വെട്ടിക്കളേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം. ഇതിന്റെ പകുതിയാണ് മുകളിലെങ്കിൽ എത്രയായാലും ഇത് 10, ഇത് 5 ആണെങ്കിൽ ഉടനെ എഴുതാം 1/2. അതായത് ഈ ഡിനോമിനേറ്റർ ഛേദത്തിന്റെ പകുതിയാണ്, ഹാഫ് ആണ് ഈ ന്യൂമറേറ്റർ അംശമായിട്ടുള്ളതെങ്കിൽ നമുക്ക് ഉടനടി എഴുതാം. വേറെ ഒന്നും വെട്ടിക്കളയാൻ ഒന്നും നിൽക്കണ്ട, ഹരിക്കാനൊന്നും നിൽക്കണ്ട, ഉടനടി എഴുതാം. നമുക്ക് 1/2 എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈ 1 പിന്നെ ഈ 1/2. അപ്പൊ 1.5 കിലോമീറ്റർ റോഡാണ് കൂടുതലായിട്ട് നിർമ്മിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മുടെ 5ാമത്തെ ചോദ്യം നോക്കിയേ. ആശാദേവ് ബോട്ട് 20 meters ഓഫ് സ്ട്രിങ്. ആശാദേവ് എന്ത് ചെയ്തു? 20 മീറ്റർ നീളമുള്ള ഒരു ചരട് വാങ്ങിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഹി കട്ട് ഓഫ് എ പീസ് 5 3/4 meters ലോങ് ഫസ്റ്റ്. അപ്പൊ ഈ ചരടിൽ നിന്ന് ഒരു 5.25 നീളത്തിലുള്ള ഒരു കഷ്ണം വെട്ടി മാറ്റി അല്ലെ? വെട്ടി മാറ്റി. പിന്നെ എന്ത് ചെയ്തു? ആൻഡ് ദെൻ എ പീസ് 6.5 meter ലോങ് ലേറ്റർ. പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? ഒരു 6.5 മീറ്റർ നീളമുള്ള കഷ്ണം വീണ്ടും അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ലെഫ്റ്റ്? അപ്പൊ ബാക്കിയുള്ള ഈ സ്ട്രിങ്ങിന്റെ, ബാക്കിയുള്ള ഈ ചരടിന്റെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം നമ്മുടെ ചരടിന് എത്ര നീളം ഉണ്ടായിരുന്നു? ആദ്യത്തെ ചരടിന്റെ നീളം 20 മീറ്റർ. 20 മീറ്റർ നീളമുള്ള ഒരു ചരടായിരുന്നു വാങ്ങിയത്. അതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്തു? ആദ്യം 5.25 മീറ്റർ നീളമുള്ള ഒരു കഷ്ണം ആദ്യം വെട്ടിമാറ്റി അല്ലെ? അപ്പൊ ഇവിടെ ഒരു 5.25 നീളമുള്ള കഷ്ണം, 5.25 നീളമുള്ള ഒരു കഷ്ണം ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ഇത്ര കഷ്ണമാണ് ബാക്കിയുള്ളത് അല്ലെ? അതിൽ നിന്ന് ദെൻ എ പീസ് 6.5 മീറ്റർ ലോങ് ലേറ്റർ. അതെ, ഇതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? ഒരു കഷ്ണം കൂടി വെട്ടിമാറ്റി. അതെത്രയാണ് അതിന്റെ നീളം? 6.5 മീറ്റർ നീളം. മനസ്സിലായില്ലേ? അപ്പൊ മൊത്തം ഈ കഷ്ണവും പോയി, ഈ കഷ്ണവും പോയി. ബാക്കി എത്ര ഉണ്ടായിരിക്കും? ഇത് ഇത്ര കഷ്ണമായിരിക്കും നീളം ഉണ്ടാവുക അല്ലെ? അപ്പൊ ഇതിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. മൊത്തം നീളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നാം എന്ത് ചെയ്യണം? നമുക്കറിയാം മൊത്തം നീളം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലെ? അപ്പൊ ഇത് നമ്മൾ മൈനസ് ചെയ്യണം. അതിനുശേഷവും പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പൊ ആ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് നമ്മൾ ഇതും മൈനസ് ചെയ്ത് കഴിയണം അല്ലെ? അപ്പൊ ഇതും കളയണം നമുക്ക്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആകെ നോക്കിയേ, ആകെ ഈ മൊത്തം കഷ്ണത്തിൽ, മൊത്തം ഈ നാടയിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തം ഈ ചരടിൽ നിന്ന് ഈ 2 കഷ്ണവും വെട്ടിക്കളഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? മൊത്തം ഇവിടെ മുതൽ ഇവിടം വരെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അത് നമുക്ക് 20ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലെ? അതല്ലേ നമുക്ക് എളുപ്പം? അതല്ലെങ്കിൽ നാം 20ൽ നിന്ന് ആദ്യം 5.25 കുറയ്ക്കണം. അതിനുശേഷം ആ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 6.5 കുറയ്ക്കണം അല്ലെ? അപ്പൊ അതിനു പകരം മൊത്തം കട്ട് ചെയ്ത നീളം ഇത്ര കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇത് തമ്മിൽ കൂടി കൂട്ടാം അല്ലെ? കൂട്ടിയിട്ട് നാം എന്ത് ചെയ്താൽ മതി? അത് ഈ 20ൽ നിന്ന് കുറച്ചാൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിയപ്പോൾ നമുക്ക് 10ൽ നിന്ന് നമുക്ക് ആദ്യം 1 കുറയ്ക്കണം. പിന്നെ നമുക്ക് 10ൽ നിന്ന് ഒരു 3 കുറയ്ക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നാം എന്ത് ചെയ്യും? 10ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി അല്ലെ? ഇനി 9ൽ നിന്ന് നമ്മൾ വീണ്ടും 3 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി അല്ലെ? അപ്പൊ ഇവിടെ 2 പ്രാവശ്യം ഓരോന്ന് കുറയ്ക്കണം. അതിന് പകരം നാം എന്ത് ചെയ്താൽ മതി? 10ൽ നിന്ന് ആകെ 1 കുറയ്ക്കണം, 3 കുറയ്ക്കണം അല്ലെ? 2 കുറയ്ക്കണം നമുക്ക്. അപ്പൊ 1ഉം 3ഉം 4, ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പൊ 4. അപ്പൊ 10ൽ നിന്ന് നമുക്ക് 4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി അല്ലെ? ഇതെല്ലാം നമുക്ക് എളുപ്പം. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ ഇത് തമ്മിൽ കൂടി കൂട്ടിയിട്ട് അത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചാൽ മതി. ഇവിടെ ചെയ്ത പോലെ തന്നെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ആദ്യം ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. അതായത് ചരടിന്റെ ആകെ നീളം എത്രയാണ്? 20 മീറ്റർ അല്ലെ? 20 മീറ്റർ ആണ് ചരടിന്റെ നീളം. ഇനി നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് കട്ട് ഓഫ് പീസ് അല്ലെ? കട്ട് ഓഫ് പീസ്. അതായത്
ആദ്യം മുറിച്ചു മാറ്റിയ ചരടിന്റെ നീളം അല്ലെ, ആദ്യം മുറിച്ചു മാറ്റിയ ചരടിന്റെ നീളം എത്ര നീളത്തിൽ മുറിച്ചു മാറ്റി? 5.25 മീറ്റർ. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു? രണ്ടാമത് മുറിച്ചു മാറ്റി അല്ലെ. അപ്പൊ നമുക്ക് അത് എഴുതാം, ഇതേപോലെ എഴുതാം. ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് എന്നുള്ളതിന് പകരം സെക്കൻഡ് കട്ട് ഓഫ് പീസ്. ലെങ്ത് ഓഫ് ദി സെക്കൻഡ് കട്ട് ഓഫ് പീസ്, അതായത് രണ്ടാമത് മുറിച്ചു മാറ്റിയ കഷ്ണത്തിന്റെ നീളം എത്രയാണ്? 6.5 മീറ്റർ. അപ്പൊ ആദ്യം 5.25 മീറ്റർ മുറിച്ചു മാറ്റി, പിന്നെ 6.5 മീറ്റർ മുറിച്ചു മാറ്റി അല്ലെ. അപ്പൊ ടോട്ടൽ മൊത്തം എത്ര മുറിച്ചു മാറ്റി? അപ്പൊ അത് നമുക്ക് എഴുതാം. ലെങ്ത് ഓഫ് ദി ടോട്ടൽ കട്ട് ഓഫ് പീസ്, അതായത് ആകെ മുറിച്ചു മാറ്റിയ ചരടിന്റെ നീളം എത്ര വരും? ഇത് തമ്മിൽ കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ 6/3/4 പിന്നെയോ 5/3/4 അല്ലെ. 5/3/4 6/1/2 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ മുറിച്ചു മാറ്റിയ ചരടിന്റെ നീളം കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നാം എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയേ, രണ്ടും മിശ്രഭിന്നമാണ്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യാം? നമുക്കിതിനെ വിഷമഭിന്നത്തിലേക്ക് മാറ്റാം അല്ലെ. അപ്പൊ എന്ത് വേണം? നമ്മൾ ഇത് തമ്മിൽ ഗുണിക്കുന്നു, ഇത് കൂട്ടുന്നു. അപ്പൊ 4 × 5 എത്രയാണ്? 5 × 4 20. 20ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 23/4 പ്ലസ് ഇവിടെയോ 6 × 2 എത്രയാണ്? 12. 12ന്റെ കൂടെ 1 കൂട്ടിയാൽ 13. അപ്പൊ നമുക്ക് 13/2 അല്ലെ. അപ്പൊ 23/4 പ്ലസ് 13/2 എന്ന് കിട്ടി. ഇനി ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നോക്കിയാൽ ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ. അപ്പൊ നമ്മൾ അതിനെ സെയിം ആക്കണം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ 4ഉം ഇവിടെ 2ആണ്. 2നെ നമുക്ക് 4ആക്കി മാറ്റാൻ പറ്റും അല്ലെ. എന്ത് ചെയ്താൽ മതി? 2 2 കൊണ്ട് ഗുണിച്ചാൽ 4ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. നോക്കിയേ, 23/4 പ്ലസ് 13 × 2 എത്രയാണ്? 26. 26/2 × 2 4 അല്ലെ. ഇപ്പൊ സെയിം ആയല്ലോ, ഡിനോമിനേറ്റർ സെയിം ആയല്ലേ. ഇനി നമുക്ക് എളുപ്പം ചെയ്യാലോ. 23ഉം 26ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 49/4. അപ്പൊ ഇവിടെ 49/4 ഇത്രയുമാണ് മൊത്തം മുറിച്ചു മാറ്റിയത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ തന്നെ ഇതിനെന്താ ചെയ്യണ്ട? ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണ്ട. കാരണം എന്താ? നമുക്കിനി ഈ മൊത്തം നീളത്തിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണ്ടേ? നമ്മൾ ഉത്തരമായിട്ടില്ല. നമുക്കിനി മൊത്തം നീളത്തിൽ നിന്ന് ഇത്രയും നീളം നമുക്ക് മൈനസ് ചെയ്ത് കളയണം അല്ലെ. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ കിടന്നോട്ടെ, നമ്മൾ ഇതിനെ ഇപ്പോൾ മാറ്റണ്ട. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് ഓഫ് ദി റിമൈനിങ് സ്ട്രിങ് അല്ലെ. അപ്പൊ അത് നമുക്ക് എഴുതാം. ലെങ്ത് ഓഫ് ദി റിമൈനിങ് സ്ട്രിങ്, അതായത് ബാക്കിയുള്ള ചരടിന്റെ നീളം. എന്ത് ചെയ്യണം? മൊത്തം നീളം എത്രയാണ്? 20. 20ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? മൊത്തം ഇത്ര കട്ട് ചെയ്ത് കളഞ്ഞല്ലേ. അപ്പൊ 49/4 നമ്മൾ കുറയ്ക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ, 20 മൈനസ് 49/4 എന്ന് കിട്ടി അല്ലേ. ഇവിടെ അങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണ്ടേ? വേണം. ഇവിടെ എത്രയാണ് ഡിനോമിനേറ്റർ? 1 ഉണ്ട് അല്ലെ. 1 ഉണ്ട്. നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞു ഇവിടെ 1 ഉണ്ട്, നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ 4 ആക്കാൻ നാം എന്ത് ചെയ്യണം? ഈ 4 ഇവിടെ 4 ആവണ്ടേ. അപ്പൊ നാം എന്ത് ചെയ്യണം? ഇവിടെയുള്ള 1നെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ. ഇവിടെ ഒരു 1 കിടക്കുന്നുണ്ട്. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 20നെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം അല്ലെ. എന്നാലേ നമുക്ക് സെയിം ആവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 20നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4 × 8 8. അപ്പൊ നമുക്ക് 80 എന്ന് കിട്ടും. ബൈ അപ്പൊ 80/1 × 4 4. അപ്പൊ നോക്കി, നമ്മൾ 20നെ 80/4 എന്ന് എഴുതി. 80/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 തന്നെ അല്ലെ. 4നെ നമ്മൾ 8നെ 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് 2 അല്ലെ, പിന്നെ ഒരു 0. അപ്പൊ നമുക്ക് 20 തന്നെ കിട്ടി. അപ്പൊ നമ്മൾ 20നെ 80/4 എന്ന് മാറ്റി എഴുതി. ബൈ മൈനസ് 49/4. അപ്പൊ നമുക്ക് സെയിം കിട്ടി അല്ലെ. സെയിം ആയി, നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് 80ൽ നിന്ന് 49 കുറച്ചോ എത്ര കിട്ടും? നമുക്ക് 31 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് 31 കിട്ടും. 31/4. നമുക്കിവിടെ ഉത്തരം കിട്ടി 31/4 അല്ലെ. 31/4 മീറ്റർ സ്ട്രിങ് ബാക്കി ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കറിയാം 31/4 മീറ്റർ സ്ട്രിങ് എന്നൊക്കെ പറയുമ്പോൾ പറയാനും കേൾക്കാനും ഒരു സുഖമില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മിശ്രഭിന്നത്തിലേക്ക് മാറ്റാം, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. അതെങ്ങനെ മാറ്റണം? 31നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 4ന്റെ ടേബിളിൽ 31 എപ്പോഴാണ് കിട്ടാന്ന് നോക്കിയാൽ 5 × 4 I4 20, 5 × 4 20, 6 × 4 24, 7 × 4 28 അല്ലെ.
7 × 4 നമുക്ക് 28 കിട്ടും. ഇനി 8 × 4 എത്ര വരും? 32 അല്ലെ. അപ്പൊ ഇതിനേക്കാൾ കൂടുതലായി. അപ്പൊ ഏതാണ്? 7 × 4 28. അപ്പൊ 7 പ്രാവശ്യമാണ് നമുക്ക് 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആ 7 നമ്മൾ ആദ്യം എഴുതി. ഇനി 7 × 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടുക? നമുക്ക് 28 കിട്ടുക അല്ലെ. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 29, 30, 31 അല്ലെ. അപ്പൊ 3 ബാക്കിയുണ്ട് അല്ലെ. 3 അതിന്റെ റിമൈൻഡർ. അപ്പൊ 3 നമ്മൾ മുകളിൽ എഴുതി ബൈ ഈ 4 അതേപോലെ തന്നെ എഴുതി. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ 7/4 സ്ട്രിങ് അല്ലെ. ഈ ചരട് ഇനി എത്ര ഉണ്ട്? ബാക്കിയുണ്ടാവും. ബാക്കിയൊക്കെ മുറിച്ചു കളഞ്ഞു അല്ലെ. അപ്പൊ 7/4 മീറ്റർ. അപ്പൊ ലെങ്ത് ഓഫ് ദി റിമൈനിങ് സ്ട്രിങ് എത്രയാണ്? 7/4 മീറ്റർ. അപ്പൊ അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. The milk society got 75.25 liter in the morning and 55.5 liters in the evening. അതായത് ഒരു മിൽക്ക് സൊസൈറ്റി, പാൽ സൊസൈറ്റിക്ക് 75.4 ലിറ്റർ പാല് മോർണിംഗിൽ കിട്ടി. പിന്നെയോ 55.5 ലിറ്റർ പാല് ഈവനിങ് വൈകിട്ട് കിട്ടി. ഓഫ് ദിസ് 85.75 liters ഓഫ് മിൽക്ക് ഈസ് സോൾഡ്. അപ്പൊ ആ കിട്ടിയ പാലിൽ നിന്ന്, മൊത്തം പാലിൽ നിന്ന് എത്ര വിറ്റു? 85.4 ലിറ്റർ പാല് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മിൽക്ക് ഈസ് ലെഫ്റ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര പാല് ബാക്കി അവിടെ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പൊ രാവിലെ 75.4 ലിറ്റർ പാല് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. മിൽക്ക് റിസീവ്ഡ് ഇൻ ദി മോർണിംഗ്, അതായത് രാവിലെ ലഭിച്ച പാലിന്റെ അളവ് എത്രയാണ്? 75.4 അല്ലെ. 75 1/4 ലിറ്റർ. ഓക്കെ, ഇനി മിൽക്ക് റിസീവ്ഡ് ഇൻ ദി എപ്പോൾ? ഈവനിങ്. അപ്പൊ ഇതേപോലെ തന്നെ എഴുതാം. മിൽക്ക് റിസീവ്ഡ് ഇൻ ദി ഈവനിങ്, അതായത് വൈകിട്ട് ലഭിച്ച പാലിന്റെ അളവ് എത്രയാണ്? വൈകിട്ട് ലഭിച്ചത് 55 അല്ലെ. 55.5 ലിറ്റർ പാല് വൈകിട്ട് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിക്ക്, പാൽ സൊസൈറ്റിക്ക് എത്ര പാല് മൊത്തം ലഭിച്ചു? അപ്പൊ നമുക്ക് അത് എഴുതാം അല്ലെ. അപ്പൊ ടോട്ടൽ മിൽക്ക്, എത്ര കിട്ടിയിട്ടുണ്ടാവും? ഇത് തമ്മിൽ കൂടി കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ 75 1/4 പ്ലസ് 55 1/2 അല്ലെ. അപ്പൊ ഇത് തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം കിട്ടിയ പാലിന്റെ അളവ് കിട്ടി അല്ലെ. അതിൽ നിന്ന് നാം എന്ത് ചെയ്താൽ മതി? ഈ വിറ്റ പാലിന്റെ അളവ് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. 75.4 55 തമ്മിൽ ആദ്യം നമുക്ക് കൂട്ടാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ ഉടനടി എന്ത് ചെയ്യാം? ഏറ്റവും എളുപ്പം എന്താണ്? ഇതിനെ നമ്മൾ രൂപം ഒന്ന് മാറ്റാം അല്ലെ. അപ്പൊ 75നെ 4 കൊണ്ട് ഗുണിക്കുക. ആ ഉത്തരത്തിന്റെ കൂടെ 1 നമ്മൾ കൂട്ടാം അല്ലെ. അപ്പൊ 75നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? 20, 28 2 30 അല്ലെ. അപ്പൊ നമുക്കിവിടെ 300 എന്ന് കിട്ടി. ഇനി എന്ത് വേണം? ഇവിടെ 1 ഉണ്ട് അല്ലെ. 1 ആഡ് ചെയ്യണ്ടേ. അപ്പൊ 300ന്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 301. ഈ 1 ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ കിടക്കുന്ന 1. അപ്പൊ നമുക്ക് ഇതിനെ 301/4 എന്ന് നാം എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെയും അതുപോലെ ചെയ്യണം അല്ലെ. അപ്പൊ ഈ 2 കൊണ്ട് 55നെ ഗുണിക്കണം. ആ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ 1 കൂട്ടണം അല്ലെ. അപ്പൊ 55 × 2 എത്രയാണ്? നമുക്കറിയാം 110 അല്ലെ. സംശയമുള്ളവരൊന്ന് ഗുണിച്ച് നോക്കാം. നമുക്ക് 110 കിട്ടും. 110ന് കൂടെ 1 കൂട്ടിയാൽ എത്ര കിട്ടും? 111. അപ്പൊ 111/2. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലേ. ഇവിടെയും എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ രണ്ടിന്റെയും ഛേദം ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിനെന്താ പണി? 2നെ നമുക്ക് 4 ആക്കാൻ പറ്റുമല്ലേ. എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇവിടെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതിനെ 301/4 നമുക്ക് അതേപോലെ എഴുതാം. പ്ലസ് 111നെ 2 കൊണ്ട് ഗുണിച്ചാല് 222 അല്ലെ. ഇതിന്റെ ഒക്കെ ഇരട്ടി ബൈ 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും 4. അപ്പൊ ഇനി നമുക്ക് ഇത് തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ടോട്ടൽ മിൽക്ക് അല്ലെ. ഈ സൊസൈറ്റിക്ക് കിട്ടിയ മൊത്തം പാലിന്റെ അളവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒന്ന് കൂട്ടി നോക്കിയാൽ 301 222 ഇത് പെട്ടെന്ന് കൂട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ എഴുതിയിട്ട് കൂട്ടി നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എത്ര വരും? 523 കിട്ടും കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ ബൈ 4.
അപ്പൊ 523/4 ലിറ്റർ ആണ് ഇപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണ്ട. കാരണം എന്താണ്, നമുക്കിനി വിറ്റ പാൽ എഴുതണം. വിറ്റ പാൽ എഴുതിയിട്ട് ഇതിൽ നിന്ന് വിറ്റ പാല് മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഇതേപോലെ കിടന്നാൽ മതി. ഉത്തരമാകുമ്പോൾ മാത്രം അല്ലെ, ആൻസർ ചെയ്യുമ്പോൾ മാത്രം നമുക്കത് മാറ്റിയിടാം. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത എന്ത് എഴുതാം, വിറ്റ പാലിന്റെ അളവ് അല്ലെ, അതായത് മിൽക്ക് സോൾഡ് എഴുതാം. വിറ്റ പാലിന്റെ അളവ് എത്ര പാല് വിറ്റിട്ടുണ്ട്, 85/3/4 അല്ലെ. അപ്പൊ 85/3/4 ലിറ്റർ പാല് വിറ്റിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര പാലുണ്ടാവും, മൊത്തം പാൽ ഇതാണ്, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, മിൽക്ക് ലെഫ്റ്റ് അതായത് ബാക്കിയുള്ള പാലിന്റെ അളവ്. മൊത്തം പാല് 523/4 ലിറ്റർ ആണ്. അതിൽ നിന്ന് വിറ്റ പാല് 85/3/4 ലിറ്റർ പാല് വിറ്റു. അപ്പൊ ഇതിൽ നിന്ന് അത് കുറച്ചാൽ മതി അല്ലെ. ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സീക്വൽ ടു ഇതിനൊന്ന് മാറ്റി എഴുതാം. 523/4 അതേപോലെ കിടന്നോട്ടെ, ഒരു മാറ്റം വേണ്ട, മൈനസ് ഇവിടെ എന്ത് വേണം, ഇവിടെ നമുക്ക് ഇതിന് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റി എഴുതണം. അപ്പൊ എന്താ ചെയ്യാം, 80 ഇത് തമ്മിൽ ഗുണിക്കുന്നു, ഇത് കൂട്ടുന്നു അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ 85/4 85 × 4 20 0 2 32 2 34. അപ്പൊ നമുക്കിവിടെ 340 കിട്ടി അല്ലെ. പിന്നെ എന്ത് വേണം, ഒരു 3 കൂട്ടണ്ട ഇതിന്റെ കൂടെ. അപ്പൊ +3. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, 343. അപ്പൊ ഇതിനെ നമ്മൾ മാറ്റിയപ്പോ 343 കിട്ടി /4. ഇനി നമുക്ക് എളുപ്പമാണല്ലോ, ഇത് രണ്ട് സെയിം അല്ലേ. അതുകൊണ്ട് 523 നിന്ന് 343 കുറച്ച് നോക്കിയാൽ 523 - 343 കുറച്ച് എത്ര കിട്ടും, 0 8 അല്ലെ, 8 1. നമുക്ക് 180 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 180/4. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 180/4 അല്ലെ. അപ്പൊ 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി അല്ലെ. അപ്പൊ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 180 ഹരിക്കണം 4 നോക്കിയേ. 1 ഡിവൈഡ് ചെയ്യാൻ പറ്റുക 18 അല്ലെ. 18 എത്ര 4 ഉണ്ട്, 4 × 4 16 അല്ലെ. അപ്പൊ 4 പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും 18നെ. 4 × 4 16. ഓക്കെ. ഇനി എന്ത് വരും, മൈനസ് ചെയ്യുമ്പോൾ 2 0 നമ്മൾ ഇറക്കിട്ടു. അപ്പൊ 20. 20നെ 4 കൊണ്ട് എത്ര പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാം, 5 പ്രാവശ്യം അല്ലെ. 5 × 4 20 5 അല്ലെ. അപ്പൊ 5 × 4 20. അപ്പൊ 0 അല്ലെ. അപ്പൊ നമുക്ക് എത്ര, 180 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 45 കിട്ടും. അപ്പൊ നമ്മൾ ഉത്തരം കിട്ടി, മിൽക്ക് ലെഫ്റ്റ് അല്ലെ. ബാക്കിയുള്ള പാലിന്റെ അളവ് എത്രയാണ്, 45 ലിറ്റർ. അപ്പൊ നമുക്ക് = 45 ലിറ്റർ. ഇത് മനസ്സിലായില്ലേ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്തവർ നല്ല വണ്ണം പഠിക്കുക. അത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കുറേ സമയം എടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.